ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. CGL 2024 വേണ്ടിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ന് റേഷ്യോ പ്രൊപ്പോർഷനിലെ CGL ലെവൽ ക്വസ്റ്റ്യൻസ്, CGL വന്നിട്ടുള്ള CGL ലെവലിലുള്ള ക്വസ്റ്റ്യൻസിന്റെ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ അത് ദയവായിട്ട് കാണുക. നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട് CGL വേണ്ടി പ്ലേലിസ്റ്റ് ഉണ്ട്. മിഷൻ CGL 2024 പ്ലേലിസ്റ്റ് ആദ്യം മുതൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് മസ്റ്റായിട്ട് കാണുക. നിങ്ങളുടെ എക്സാമിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങൾ കേരളത്തിൽ എവിടെയും കണ്ടില്ലാത്ത ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി ആ ഒരു പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യാം, ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുക. നിങ്ങൾക്ക് എക്സാമിന് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ പ്രിപ്പറേഷനിലും വ്യത്യാസം അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ CGL മാത്രമല്ല, നിങ്ങൾക്ക് 2024 വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും ഈ ഒരു ക്ലാസ്സുകൾ യൂസ്ഫുൾ അല്ലെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനകത്തുള്ള ഓരോ ബാച്ചും നിങ്ങൾക്ക് SSC, റെയിൽവേ എന്നീ എക്സാമുകൾക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് വൈസ് ബാച്ചിലുണ്ട്. മാത്സിന് മാത്രം, നിങ്ങൾക്ക് മാത്സ് മാത്രം വീക്ക് ആണെങ്കിൽ മാത്സിന് മാത്രമായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതും ക്വാളിറ്റി ക്ലാസ്സുകൾ നിങ്ങൾക്ക് എവിടെയും, കേരളത്തിൽ എവിടെയും കിട്ടാത്തത്ര ക്വാളിറ്റി ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട്, അതുപോലെ CGL 24 വേണ്ടിയുള്ള ബാച്ചിലുണ്ട്. അങ്ങനെയുള്ള എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെ ഡെമോ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അറിയാതെ പോകരുത്, ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിന്റെ ബാക്കിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബേസിക് ക്ലാസ്സുകൾ, ഈ ചാപ്റ്ററിന്റെ എല്ലാം ബേസിക് ക്ലാസ് എന്ന് പറഞ്ഞാൽ SSC GD 2022 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോയാൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് പ്ലേലിസ്റ്റുകൾ കാണാൻ പറ്റും. അതിൽ SSC GD 2022 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലെ മാത്സിന്റെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ബേസിക് ക്ലാസ്സുകളായിട്ട് എന്ത് ചെയ്യുന്നത്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ മാത്സിന്റെ ക്ലാസ്സിൽ കണ്ട് ബേസ് സെറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഷ്യോയുടെ നിങ്ങൾ ബേസ് കണ്ടിട്ടില്ലെങ്കിൽ റേഷ്യോയുടെ ബേസിക് ക്ലാസ് കാണാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ CGL ചോദിച്ചിട്ടുള്ള CGL ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ CGL ലെവൽ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ എക്സാംസിനും എന്താണ്, അത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങൾ ആ ലെവൽ പഠിച്ചാൽ മാത്രമേ ഈ വളർന്നു വരുന്ന കോമ്പറ്റീഷനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കാം. ഈ സം ഓഫ് റുപ്പീസ് ഇത്രയും രൂപ ഡിവൈഡ്, ഞാൻ ആദ്യം എന്ത് ചെയ്യാം, CGL ലെവലാണ്, ഞാൻ എങ്ങനെ ഇത് പേന എടുക്കാം, നമ്മളൊരു ക്രാഷ് കോഴ്സ് ചെയ്തിരുന്നു, എങ്ങനെ ഇത് പേന എടുക്കാതെ ഏറ്റവും ഫാസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഡീറ്റെയിൽ വഴി പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും രൂപ ഞാൻ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വായിക്കുന്നത് നോക്കൂ. ഇത്രയും രൂപ ABCക്കാണ് ഡിവൈഡ് ചെയ്തത്, റേഷ്യോ തന്നിട്ടുണ്ട്, ഷെയർ ഓഫ് B ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എയുടെയും ബിയുടെയും ഇവിടുത്തെ റേഷ്യോ 9:8, എയുടെയും ബിയുടെയും ഇവിടുത്തെ റേഷ്യോ, അത് ഞാൻ സ്പീഡിലാണ് പറയുന്നത്, സ്പീഡിലാണ് ഇത്. എയുടെയും ബിയുടെയും ഇവിടുത്തെ റേഷ്യോ 4:5. അപ്പോൾ ഇവിടെ Aക്ക് 9 എന്ന് പറയുന്നു, ഇവിടെ Aക്ക് 4 എന്ന് പറയുന്നു. അത് പറ്റത്തില്ല. നമുക്ക് എന്ത് വേണം, രണ്ടുപേർക്കും ഒരേ എന്താണ് എമൗണ്ട് ആണ്. ഇവിടെ 9നെ 4നെ ഈക്വൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, LCM 36 ആണ്. ഇവിടെ 4 കൊണ്ട് ഗുണിക്കാം. 4 കൊണ്ട് ഗുണിക്കുമ്പോൾ A എന്താവും, ഇവിടെ 36, ഇവിടെ എന്താവും, റേഷ്യോ ഒരു വാല്യൂ ഗുണിക്കുമ്പോൾ രണ്ട് സൈഡിലും ഗുണിക്കണം, എങ്കിലേ റേഷ്യോ ചേഞ്ച് ആവാതിരിക്കും. ഇവിടെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ B 32 ആവും. ഇവിടെ എയുടെ വാല്യൂ ഇതെന്ത് ചെയ്യണം, 9 കൊണ്ട് ഇവിടെ ഗുണിക്കണം. 9 കൊണ്ട് ഗുണിക്കുമ്പോൾ 9 4 36, A 36 തന്നെ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ 9 കൊണ്ട് ഗുണിക്കണം. ഇപ്പം എന്ത് വരും, 45. ഇപ്പം എന്ത് കിട്ടിയത്, ABCയുടെ റേഷ്യോ കിട്ടി, 3നെയും കണക്ട് ചെയ്തു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് 36, 68, 108, 113. ഇപ്പം ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യണം. 113ന്റെ വാല്യൂ ആണ് ടോട്ടൽ യൂണിറ്റ്. ഇത്ര യൂണിറ്റ് ആണ് എല്ലാവർക്കും കൂടെ ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷേ തന്നിട്ടുള്ളത് അതിന്റെ ഒറിജിനൽ വാല്യൂ ആണ് 31,866. നമുക്ക് എത്ര വാല്യൂ ആണ്, ഷെയർ ഓഫ് B എന്ന് പറഞ്ഞാൽ 32 ആണ്. ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാത്തിൻ്റെ യൂണിറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് നോക്ക് 6 2 12. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇവിടെയാണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പോൾ 3നെ എന്തുകൊണ്ട് ഇവിടുത്തെ നമ്പറിന്റെ യൂണിറ്റ് കൊണ്ട് ഗുണിച്ചാൽ 2 വരണം. അപ്പോൾ 3നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 2 വരും, 3നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര വരും, 4 വരാം. ഹോൾഡ് ചെയ്യാം. 4 കൊണ്ട് ഗുണിച്ചാൽ 3 4 12, 2 വരാം. 0 ഒരിക്കലും വരില്ല. ഇവിടെ 0 വന്നാൽ ഇവിടെ ഒരിക്കലും 0 വരില്ല. ഓക്കെ, ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെ എന്തായിരിക്കണം, യൂണിറ്റ് സെയിം ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ 2 വന്നു, 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ 6 അല്ലേ വരേണ്ടത്. ഇവിടെ 6 ആയിട്ട് നമുക്ക് 2 വന്നു തന്നെ. പക്ഷേ ഇതല്ല, ഇതുമല്ല, ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ. ഇപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുന്നതിനൊക്കെ എന്തുണ്ട്, ഓരോ വഴികളുണ്ട്. കാൽക്കുലേഷൻ ചെയ്യുന്ന നിങ്ങൾ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്നു, അതൊക്കെ നിങ്ങൾക്ക് ഒരാൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എന്തായിരിക്കും, വളരെ എളുപ്പമായിരിക്കും. ഇങ്ങനെ ഓരോ ക്വസ്റ്റിനും ഓരോ ടൈപ്പിലുള്ള കാൽക്കുലേഷൻ. നമ്മൾ ഫുൾ കാൽക്കുലേഷൻ ചെയ്തില്ല, 113 വെട്ടിയില്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇതിന്റെ കൺസെപ്റ്റ് എന്താണ് നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ, ഇത്രയുണ്ട്. ഇപ്പം Aക്കും Bയും റേഷ്യോ തന്നിട്ടുണ്ട് 9:8. അത് ആ പൈസ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതുപോലെ എയും സിയും റേഷ്യോ വന്നിട്ടുണ്ട് 4:5. ഇപ്പോൾ Aക്ക് ഇവിടെ 9 യൂണിറ്റും ഇവിടെ 4 യൂണിറ്റും കിട്ടുന്നു. നമുക്ക് അത് പറ്റത്തില്ല. ഇവിടെ 9x, ഇവിടെ 4y, അങ്ങനെ പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യണം, രണ്ടിൻ്റെയും ഒരു യൂണിറ്റിനെ ഈക്വൽ ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ Aക്ക് 9 ആണെങ്കിൽ ഇവിടെ Aക്ക് 9 കിട്ടിയാൽ പോരെ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ രണ്ടിനെ ഈക്വൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, മേളിൽ 4 കൊണ്ട് ഗുണിച്ചു, താഴെ 9 കൊണ്ട് ഗുണിച്ചു. ഇവിടെ 4 9 36, 8 4 32. അത് A ആയി, B ആയി. ഇവിടെ A എന്തായി, 9 4 36. 36 തന്നെ നമ്മൾ എഴുതിയിട്ടുള്ളത്. A 36 ആകുമ്പോൾ C എന്താവും, 9 × 5 45. അപ്പോൾ ഇതാണ് എന്ത്, ഈ പൈസ
ഇവരുടെ ഇടയിൽ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ. അപ്പോൾ ഇത്രയാണ് ഡിവൈഡ് ചെയ്യുന്നത്. എക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ എക്ക് 36 യൂണിറ്റ് കിട്ടിയാൽ ബിക്ക് 32 കിട്ടും, സിക്ക് 45 കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 113 യൂണിറ്റാണ് കിട്ടുന്നത്. കാൽക്കുലേഷന് ഡെയിലി എക്സസൈസ് ചെയ്യാം. അപ്പോൾ 113 യൂണിറ്റിൻ്റെ ഒറിജിനൽ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. എത്ര? സം ഓഫ്, ഇതാണ് ഒറിജിനൽ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് വേണം? ഷെയർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാണ്? അതിനകത്ത് 32 യൂണിറ്റ്. നമ്മൾ എന്ത് ചെയ്തു? യൂണിറ്റ് ഹീറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ കുറേ പേര് എൻ്റെ ചോദിച്ചു യൂണിറ്റ് ഹീറ്റിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാമോ? പക്ഷേ യൂണിറ്റ് ഹീറ്റിൻ്റെ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ക്ലാസ്സുകളിലൂടെ, നമ്മുടെ ക്വസ്റ്റ്യൻസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സെറ്റ് ആയാലും ഇനി നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കണം. അല്ലാതെ ബാക്കിയുള്ളവരെ പോലെ സാധാരണ നിങ്ങൾ ബുക്ക് വഴി ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് പെർസെൻറ്റേജ്, ഏജിൻ്റെ അടുത്ത പ്രോബ്ലം. അപ്പോൾ ഏജിൻ്റെ ഓരോ പ്രോബ്ലം ഓരോ ടൈപ്പാണ് വരുന്നത്. പെർസെൻറ്റേജ്, ഇത് എത്ര സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കും. ഞാൻ എങ്ങനെ പേനെടുക്കുക ചെയ്യാൻ നോക്കും. ദ റേഷ്യോ ഓഫ് പെർസെൻറ്റേജസ് ഓഫ് എ ആൻഡ് ബി എന്നുണ്ട് 7:8. അപ്പം എയുടെ 7ന്റെ മൾട്ടിപ്പിളും ബിയുടെ 8ന്റെ മൾട്ടിപ്പിളും. ആഫ്റ്റർ 6 years ഫ്രം നൗ ദ റേഷ്യോ ഓഫ് ദെയർ ഏജസ് വിൽ ബി 8:9. 6 വർഷം കഴിഞ്ഞ് എന്തായി? എയുടെ ഏജ് 8 ആകുമ്പോൾ ബിയുടെ 9 ആവും. ഇഫ് സിസ് പെർസെൻറ്റേജ് ഇസ് 10 years മോർ ദാൻ ദ പെർസെൻറ്റേജ് ഓഫ് എക്കാളും 10 വർഷം കൂടുതലാണ്, 10 വയസ്സ് കൂടുതലാണ് ആർക്ക്? സിക്ക്. ദെൻ ദ പെർസെൻറ്റേജ് ഓഫ് സി. അപ്പോൾ ഈ ഓപ്ഷനിൽ കിടക്കുന്നത് എന്താണ്? ഞാൻ എങ്ങനെ പേരെടുക്കാതെ ചെയ്യാന്ന് പറയാം. ഓപ്ഷനിൽ കിടക്കുന്നത് എന്താണ്? സിയുടെ പ്രായമാണ്. അപ്പം സിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ എയുടെ പ്രായത്തേക്കാളും നമുക്കിവിടെ ആരുടെയൊക്കെ വയസ്സാണ് തന്നിട്ടുള്ളത്? എയുടെയും ബിയുടെയും ഏജിൻ്റെ റേഷ്യോ തന്നിട്ടുള്ളത്. സിയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. സിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത് എയേക്കാളും 10 വയസ്സ് കൂടുതലാണ്. അപ്പം നമുക്ക് ഈ ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താണ്? ഈ ഓപ്ഷൻ്റെ കളി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഈ ഒരു വെറൈറ്റി ടൈപ്പ് സൊല്യൂഷനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ളവരെക്കായും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കട്ട് ഓഫിനേക്കായും നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ബാക്കിയുള്ളവരെക്കായും കുറച്ച് സമയത്ത് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല, ഞാൻ ഉറപ്പാണ്. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യണം? സിയിൽ നിന്നും, സിയുടെ പ്രായമാണ് തന്നിട്ടുള്ളത്, നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് 10 കുറയ്ക്കണം. അപ്പോൾ ഇതിന് 10 കുറയ്ക്കും. ഞാൻ ആദ്യം എന്ത് ചെയ്യാം? എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, എന്നിട്ട് ഞാൻ എഴുതിയും കൊടുക്കാം. അപ്പം എയിൽ നിന്നും, അത് ആദ്യം പറഞ്ഞ് മനസ്സിലാവുന്നവർ കാണും, അത് കുറച്ച് പഠിച്ച ആൾക്കാർ. ഇനി കുറച്ച് ബിഗിനർ ആയിട്ടുള്ളവർക്ക് ഞാൻ എഴുതി തന്നില്ല ചിലപ്പോൾ മനസ്സിലാകത്തുള്ളൂ. എന്തായാലും നിങ്ങൾ ഇത് എന്ത് ചെയ്യുക? മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ 56 എന്ത് ചെയ്യുക? 10 വയസ്സ് കുറച്ചു. 10 വയസ്സ് കുറയ്ക്കുമ്പോൾ 46 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് എ ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 46. ആ 10 കുറയ്ക്കുന്നത് എന്തായിരിക്കണം? 7ന്റെ മൾട്ടിപ്പിൾ. എന്ന് പറഞ്ഞാൽ എന്താ? എയുടെ യൂണിറ്റ് 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഇപ്പോൾ 10 കുറയ്ക്കുമ്പോൾ 7ന്റെ മൾട്ടിപ്പിൾ ആണോ? 46 അല്ല. അപ്പോൾ ഇത് ഓപ്ഷൻ എ അല്ല. 52 10 കുറച്ചു, 42 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്യാം. 59 10 കുറച്ചു, 49 7ന്റെ മൾട്ടിപ്പിൾ ആണ്, ഹോൾഡ് ചെയ്യാം. 45 10 കുറച്ചു, 35 7ന്റെ മൾട്ടിപ്പിൾ ആണ്, ഹോൾഡ് ചെയ്യാം. എന്നാലും എന്തുണ്ട്? നമ്മുടെ ഒരു സംഭവമുണ്ട്. ആഫ്റ്റർ 6 years ഫ്രം നൗ ദ റേഷ്യോ ഓഫ് ദെയർ ഏജസ് വിൽ ബി 8:9. അതായത് എന്താ? 6 കൂട്ടുമ്പോൾ 6 വയസ്സ് കഴിയുമ്പോൾ എന്താവും? എയുടെ വയസ്സ് എത്ര ആവും? 8ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ഇവിടെ നമ്മൾ 10 കുറച്ചപ്പോൾ 42 ആയിരുന്നു. 42ന്റെ കൂടെ 6 കൂടെ കൂട്ടുമ്പോൾ 48 അത് എന്താണ്? 8ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇനി 49 ആയിരുന്നു ഇവിടെ വന്നത്. 49ന്റെ 6 കൂട്ടുമ്പോൾ 55. 55 8ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ഇതല്ലോ ആൻസർ. 45 10 കുറച്ച് 35, അതിൻ്റെ കൂടെ 6 കൂട്ടി, 35ന്റെ കൂടെ 6 കൂട്ടുമ്പോൾ 41. അത് 8ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ഇതുമല്ല. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പെൻ ഫ്രീ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പെൻ ഫ്രീ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ എന്താ അറിയേണ്ടത്? എയുടെയും ബിയുടെയും റേഷ്യോ വന്നിട്ടുണ്ട്. എയുടെയും ബിയുടെയും പെർസെൻറ്റേജിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 7:8. ഓക്കെ, ഇനി 6 വർഷം കഴിഞ്ഞ് ഇവിടെ നിന്ന് 6 വർഷം, രണ്ടുപേർക്കും 6 വർഷം കൂടും. അപ്പോൾ ഇതിൻ്റെ കൂടെ എയുടെ കൂടെ 6 വർഷം കൂടുമ്പോൾ എന്തായി? 8:9 ആയി. ഇപ്പോൾ നോർമലി ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് തരത്തില്ല? ഈ ഫ്രാക്ഷൻ തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ 7ന്റെ മൾട്ടിപ്പിൾ 8ന്റെ മൾട്ടിപ്പിൾ രണ്ടും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല എന്തായാലും. ഓക്കെ, ഇഫ് സിസ് പെർസെൻറ്റേജ് ഇസ് 10 years മോർ ദാൻ ദ പെർസെൻറ്റേജ് ഓഫ് എ ദെൻ ദ പെർസെൻറ്റേജ് ഓഫ് സി ആ ചോദിച്ചേക്കുന്നത്. സിയുടെ വയസ്സാണ് ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് 10 കുറച്ച് നമുക്ക് എയുടെ വയസ്സ് കിട്ടും. ഇതിൽ നിന്ന് 10 കുറച്ചപ്പോൾ 46 കിട്ടി. 46 കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താ? പെർസെൻറ്റേജ് ഓഫ് എ 7ന്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 46 7ന്റെ മൾട്ടിപ്പിൾ അല്ല, നോക്കിയേ വേണ്ട. പിന്നെ നിങ്ങൾ 8 കൂട്ടിയൊന്നും വേണ്ട. 52ൽ നിന്ന് 10 കുറച്ചപ്പോൾ നമുക്ക് 42 കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ എന്താ? 7ന്റെ മൾട്ടിപ്പിളാണ്. ഇതിൽ നിന്ന് 10 കുറച്ചപ്പോൾ 49 കിട്ടി. ഇത് 7ന്റെ മൾട്ടിപ്പിളാണ്. ഇതിൽ നിന്ന് 10 കുറച്ചപ്പോൾ നമുക്ക് 35 കിട്ടി. ഇത് 7ന്റെ മൾട്ടിപ്പിളാണ്. പക്ഷേ എന്താണ്? ഇനി അടുത്തൊരു കേസ് ഉണ്ട്. ആഫ്റ്റർ 6 years, അതായത് 6 years കഴിഞ്ഞിട്ട് എന്താണ്? ഇത് 8ന്റെ മൾട്ടിപ്പിളാണ്. എയുടെ വാല്യൂ എന്താവും? 8ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 48. എന്താണ്? 8ന്റെ മൾട്ടിപ്പിളാണ്. ഇതിൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 55 ഒരിക്കലും എന്തല്ല? 8ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇതിൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ 41 എന്തല്ല? 8ന്റെ മൾട്ടിപ്പിൾ അല്ല. നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യും. അപ്പോൾ അല്ലാതെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യമേ നമ്മൾ ഏജിൻ്റെ കൺസെപ്റ്റ് ഒക്കെ വെച്ച് ഇത് പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നതിൽ നിന്നും നമ്മൾ എഴുതി പോകുന്നതിലോട്ട് ആലോചിച്ച് നോക്ക്. ഇവിടെ ഡിഫറൻസ് ഒന്നാണ്. അപ്പോൾ ഒരു 7ൽ നിന്ന് 1 കൂടി 8ൽ നിന്ന് 1 കൂടി. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 6 തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് കിട്ടും? 7 യൂണിറ്റിൻ്റെ വാല്യൂ 42 കിട്ടും. ദെൻ ദ പെർസെൻറ്റ് ഏജ് ഓഫ് സി. അപ്പോൾ 42 കൂടെ എന്ത് കൂട്ടണം? ഇതിൻ്റെ കൂടെ 10 കൂട്ടണം. പെർസെൻറ്റേജിൻ്റെ കൂടെ 10 കൂടുമ്പോഴാണ് എന്ത് വരുന്നത്? സിയുടെ വയസ്സ് കിട്ടുന്നത്. പെർസെൻറ്റേജ് ഓഫ് എയുടെ കൂടെ 10 കൂട്ടണം. അപ്പോൾ 52 നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയൊന്നും എഴുതാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെൻ ഫ്രീ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതിയും ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ പ്രാക്ടീസാണ്. ഓക്കെ, അതിനുവേണ്ടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് തരുന്നത്. ഓക്കെ, സം ഓഫ് ഇത്രയും രൂപ
ഡിവൈഡഡ് എമംഗ്സ് ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെയർസ് ഓഫ് ബി ആൻഡ് ഡി. അപ്പോൾ ഞാൻ പേൻ എടുക്കുക ചേട്ടെ, എത്ര ടോട്ടൽ യൂണിറ്റ് 7, 15, 21 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4, 6, 2 യൂണിറ്റിൻ്റെ വാല്യൂ വേണം. അപ്പോൾ ഇതേ ഡിവൈഡഡ് ബൈ 21 ഇൻറ്റു 2, 2 4 വരെ യൂണിറ്റ് ഇട്ട് ഒന്നിനെ എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. 4 വരുന്ന ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ സി. എന്ത് ചെയ്തു? ഞാൻ പേൻ എടുക്കുക ചെയ്തു, പെൻ ഫ്രീ ആയിട്ട് ചെയ്തു. നോക്കി തന്നെ ചെയ്യാം. ഇവിടെ അടിയിൽ 21 വരും, 1 വരെ യൂണിറ്റ് ഇട്ട് ഇവിടെ 2 വരും. അത് നടന്നില്ലെങ്കിൽ മാത്രം ചെയ്യാം. ടോട്ടൽ സമയത്താണ് 6342. റേഷ്യോ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എക്ക് 3 യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബിക്ക് 4 യൂണിറ്റ് കിട്ടും, സിക്ക് 8 യൂണിറ്റ് കിട്ടും, ഡിക്ക് 6 യൂണിറ്റ് കിട്ടും. ഇത് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ടോട്ടൽ എത്ര യൂണിറ്റ് അവർക്ക് ഡിവൈഡ് ചെയ്യുന്നത്? 3, 4, 7, 8, 15, 15, 6, 21. 21ന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 6342 രൂപ. നമുക്ക് എത്രൻ്റെ വാല്യൂ വേണ്ടുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ഓഫ് ബി ആൻഡ് ഡി. ഇതാണ് 4 ബിക്ക് കിട്ടുന്നെങ്കിൽ ഡിക്ക് 6 ഡിഫറൻസ്, 2 യൂണിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ യൂണിറ്റ് ഇട്ട് ഉപയോഗിച്ചൂടെ? നമുക്ക് കാൽക്കുലേഷൻ വല്ലതും ചെയ്യണോ? ഇവിടെ 2 × 2 4 വരും. ഈ ഒന്നിൻ്റെ നമ്മുടെ ആൻസറിൻ്റെ ഇവിടുത്തെ യൂണിറ്റ് ഇറ്റുമായിട്ട് ഈ യൂണിറ്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? LHSലുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള യൂണിറ്റ് ഇട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇത് ക്ലിയർ, സ്പീഡ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നില്ല, കൺസെപ്റ്റ് ക്ലിയർ ആവുന്നില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം? വീണ്ടും കണ്ട് പഠിക്കാം. ഇത് നിങ്ങളുടെ ഇങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന എപ്പോഴാണ്? നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യുക? അതിനകത്ത് ഈ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കുക. അപ്പം ഇങ്ങനെ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് പോയി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് എക്സാമിന് ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പ്രാക്ടീസിൽ എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തണം. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? തരും. കാൽക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള നല്ല കൺസെപ്റ്റുകൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും CGL ലെവലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യും? നമ്മുടെ ഈ മിഷൻ 2024 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് ക്ലാസ്സുകൾ കൂടുതൽ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കമൻ്റ് ആയിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിറ്റ് എത്ര വരണം? 4 വരണം. 1 × 4 4. ഇവിടെ 2 വന്നാൽ പറ്റത്തില്ല, 6 വന്നാൽ പറ്റത്തില്ല, 0 വരത്തില്ല. ഓപ്ഷൻ സി എന്ത് ചെയ്യാൻ? മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര വരത്തുള്ളൂ? 604 ആൻസർ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വേണ്ടാത്ത സ്ഥലത്ത് നമ്മൾ ചുമ്മാ കാൽക്കുലേഷൻ ചെയ്യുന്നതിൽ കാര്യമില്ല. നമ്മൾ എല്ലാം പഠിക്കണം, കാൽക്കുലേഷൻ അറിയണം. ചില സമയത്ത് കാൽക്കുലേഷൻ ചെയ്തേ പറ്റൂ. അത് എല്ലാവർക്കും ചെയ്യേണ്ടി വരും. അത് സ്പീഡാക്കി ചെയ്യണം. അതാണ് നമ്മുടെ സക്സസ് മന്ത്ര എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്ക്. ദ റേഷ്യോ ഓഫ് 2 numbers A and B എന്നിട്ടുണ്ട് 5:8. If 5 is added to each of A and B, then the ratio becomes 2:3. Difference of A and B. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ഓഫ് A and B 3ന്റെ മൾട്ടിപ്പിൾ സിയോ അല്ല ഡിയോ അല്ല, ഓപ്ഷൻ എയും ബിയും ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാൻ ചിലപ്പോൾ റിസ്ക് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേ ടൈപ്പ് പറഞ്ഞു. 5 is added to each of A and B. ഒരേ നമ്പറാണ് ആഡ് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിഫറൻസ് സെയിം ആയിരിക്കും. ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. 5:8 ആണ്. ഇപ്പോൾ എന്തായി? 2:3 ആയി. ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. ഇവിടെ ഡിഫറൻസ് 3 ആക്കാൻ വേണ്ടി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ആണ്? 1 ആണ്. 3 ആക്കാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എന്ത് വരും? ഇത് 6 വരും, ഇത് 9 വരും. ഇതാണ് പുതിയ റേഷ്യോ. അപ്പോൾ എന്തായി? രണ്ടടുത്ത ഡിഫറൻസ് സെയിം 3 ആയി. എത്ര കൂടിയത്? എത്ര യൂണിറ്റാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ സ്പീഡ് പറയുന്നത്. 1 യൂണിറ്റാണ് കൂടിയത്. 1 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 5 വന്നിട്ടുള്ളത്. നമുക്ക് എന്തിൻ്റെ വാല്യൂ വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ A and B എത്രയാണ്? 3 യൂണിറ്റ്. 1ന്റെ വാല്യൂ ആണ് 5, 3ന്റെ വാല്യൂ 5 × 3 15. ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ എടുക്കാം. അപ്പോൾ ഇങ്ങനത്തുള്ള സിമ്പിൾ ക്വസ്റ്റൻസ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, എല്ലാ ടൈപ്പുള്ള ക്വസ്റ്റൻസും നമ്മൾ എന്ത് ചെയ്യും? ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ നോട്ട് എഴുതി എന്ത് ചെയ്യണം? പഠിക്കണം. ദ റേഷ്യോ ഓഫ് മന്ത്ലി ഇൻകംസ് ഓഫ് A and B is 4:5 ആൻഡ് ദാറ്റ് ഓഫ് ദെയർ മന്ത്ലി എക്സ്പെൻഡിച്ചർ ഈസ് 3:8. ഓക്കെ, രണ്ടിനെ റേഷ്യോ തന്നിട്ടുണ്ട്. ഇൻകം, എക്സ്പെൻഡിച്ചർ, അതായിക്കോട്ടെ. ക്വസ്റ്റ്യൻ വായിച്ചു. If the income of A is equal to the expenditure of B, income of A equal to expenditure of B, then what is the ratio of savings of A and B? ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിംഗ് ആണ്. സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യുക? ചിലവ് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ പറഞ്ഞൊരു കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് ചുമ്മാ കുറയ്ക്കാൻ പറ്റത്തില്ല. ചുമ്മാ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ, ചുമ്മാ 4 - 3 1, 5 - 8 -3 അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇവിടെ നമ്മുടെ ആ യൂണിറ്റുകൾ സെയിം അല്ല. അത് GD-യുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ യൂണിറ്റ് സെയിം ആക്കുന്നതൊക്കെ. ഓക്കെ, ഇഫ് ദ ഇൻകം ഓഫ് A ഈസ് ഈക്വൽ ടു ദ എക്സ്പെൻഡിച്ചർ ഓഫ് B, ഇവിടുത്തെ ഇൻകം ഓഫ് A എത്രയാണ്? 4 യൂണിറ്റ് ആണ്. എക്സ്പെൻഡിച്ചർ ഓഫ് B എത്രയാണ്? 8 യൂണിറ്റ് ആണ്. അപ്പോൾ അവർ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മുടെ ആ എക്സും വൈയും എന്തായി? ഇവിടെ 4x 3y 5x 8y ആ എക്സും വൈയും ഈക്വൽ ആക്കാൻ പറ്റും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ. അപ്പോൾ ഇൻകം ഓഫ് A ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ഓഫ് B. എക്സ്പെൻഡിച്ചർ ഓഫ് B എത്രയാണ്? 8 ആണ്. നമുക്ക് എന്ത് ചെയ്യും? 4നെ 8 ആകുന്നതിൽ എളുപ്പം. അപ്പോൾ ഇൻകത്തിന് എന്ത് ചെയ്തു? ഇൻകം ഓഫ് A 8 ആകാൻ വേണ്ടി 2 കൊണ്ട് ഗുണിച്ചു. ഇത് 8 ആണ്. ഇവിടെ 2 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 2 കൊണ്ട് ഗുണിക്കണം. 8:10 എന്ന് പറഞ്ഞാൽ 4:5 ആണ്. നമുക്ക് റേഷ്യോ എങ്ങനെയാണല്ലോ എഴുതാം. ആ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇപ്പോൾ എന്തായി? കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഇൻകം ഓഫ് A 8 ആണ്. എക്സ്പെൻഡിച്ചർ ഓഫ് B എത്രയാണ്? 8 ആണ്. ഞാനിങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ സേവിങ്സിൻ്റെ റേഷ്യോ ഉണ്ട്. സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് കുറയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ആളുടെ സേവിങ്സ് എന്ന് വരും 8 - 3 5 വരും. അടുത്ത രണ്ടാമത്തെ ആളുടെ 5 സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഏല്ലോ 10 - 8 2 വരും. 5:2 ആൻസർ വരും. അപ്പോൾ ഞാൻ എഴുതി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത് ഇൻകത്തിൻ്റെ റേഷ്യോ 8:10 എന്ന് വരും.
എക്സ്പെൻഡിച്ചർ റേഷ്യോ 3:8 എന്ന് വരും. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് കുറയ്ക്കാം. സേവിങ്സ് പറഞ്ഞാൽ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ്. 8 - 3 5, 10 - 8 2, 5:2 എന്ന് ആൻസർ വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിനെ ഞാൻ എന്ത് ചെയ്യും, സിമ്പിൾ ക്വസ്റ്റ്യൻ്റെ കാറ്റഗറിയിൽ കൊടുക്കത്തുള്ളൂ. പേന എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതും എന്താണ്, പെൻ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് പെൻ ഫ്രീ ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളും പറയാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനോടെ വെച്ച് അവസാനിപ്പിക്കാം. ഇപ്പോൾ ചെറിയ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തായിരിക്കും, കുറച്ച് ക്ലാസ് ആണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പെട്ടെന്ന് പിക്കപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും, നോട്ടൊക്കെ എഴുതി തരാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ് കണ്ടിട്ടില്ലാത്തവർ കാണും. ഓക്കെ, അവർക്ക് വേണ്ടിയാണ് പ്രോഡക്റ്റ് മെത്തേഡ്. അറിയാവുന്നവർക്ക് എന്ത് ചെയ്യാം, നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. ഇത് ഞാനൊന്ന് പെട്ടെന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ സ്പീഡ് ഞാൻ കാണിച്ചു തരാം. 2:3 ക്വസ്റ്റ്യൻ വായിക്കുവാണ്. 5 is subtracted, 6 is added. എന്തായി, 5:12 ഫൈനൽ എഴുതി. 5 subtracted ആണ്, 6 is added ആണ്. ഓക്കെ, 4 എത്ര വരുന്നത്, 2 3 അല്ലേ. ഓക്കെ, 4 15 11. ഓക്കെ, റേഷ്യോ കറക്റ്റ് ആണല്ലോ. ഓക്കെ, അടുത്തത് 10 30 10 30 40. ഓക്കെ, കാൽക്കുലേഷൻ എവിടെ തെറ്റിയോ. 2:3 5 is subtracted from the first number, 6 is added to the second number, then the ratio becomes 5 to 12 എഴുതിൻ്റെ കുഴപ്പമാണ്. ഓക്കെ, 12. ഓക്കെ അപ്പം 24 15. ഓക്കെ, 24 15. ഓക്കെ, 9 വരും. ഇത് 60 30 90 വരും. ഓക്കെ, എന്താ വരുന്നത്, ഓക്കെ, വാട്ട് വിൽ ബി ദ റേഷ്യോ. ഓക്കെ, 8 is added. അപ്പം ഇത് 20 30 8 കൂടുമ്പോൾ 28 40. 2 വെച്ച് കിട്ടുമ്പോൾ 38 2 വെച്ച് കിട്ടുമ്പോൾ 14 19. ഇത്രയും വെച്ച് എന്ത് ചെയ്യാം. ഓക്കെ, ഇത് ചെയ്യാം. ഞാൻ ആ ഡേറ്റ എഴുതിൻ്റെ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ ഞാൻ ഇത് ചെയ്തതെന്ന് പറയാം. അപ്പോൾ നിങ്ങളിത് വിചാരിക്കുന്നത് എങ്ങനെയായിരിക്കും, 2 നമ്പേഴ്സ് ആണ് റേഷ്യോ 2 3. നിങ്ങൾ ബുക്കിൽ കാണുന്ന സൊല്യൂഷൻ ഇങ്ങനെ ആയിരിക്കും. 2x 3x ആയിരുന്നു കിടന്നത്. 5 എന്ത് ചെയ്തു, ഫസ്റ്റിൻ്റെ നിന്ന് കുറച്ചു. അപ്പോൾ 2x - 5. രണ്ടാമത്തെ എന്ത് ചെയ്തു, 6 ആഡ് ചെയ്തു. 3x + 6. ഇങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ യൂട്യൂബിലായാലും എവിടെയായാലും പെയ്ഡ് ക്ലാസ്സിലും പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ പഠിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾ സമയം എന്ത് ചെയ്യും, കൊല്ലുകയാണ്. നോക്ക്, നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്പീഡിൽ ആൻസർ കിട്ടുന്നു നോക്ക്. റേഷ്യോ ജസ്റ്റ് എഴുതി ഞാൻ പറഞ്ഞുതരാം എങ്ങനെ അത് ചെയ്യുന്നതെന്ന് പറയാം. ഇനിയിപ്പോൾ എന്താ ഈ സംഭവം എന്ന് പറയാം. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ 5/12. ചിലപ്പോൾ കാൽക്കുലേഷനൊക്കെ വന്നാൽ നല്ല ഇതെടുക്കും. ഇതിനകത്ത് എന്ത് കണ്ടുപിടിക്കും, എക്സ് കണ്ടുപിടിച്ചിട്ട് 2x 3x കണ്ടുപിടിക്കും. എക്സിന് വാല്യൂ എടുത്തിട്ട് 2xൻ്റെ വാല്യൂ 20 ആണ്, 3xൻ്റെ വാല്യൂ 30 ആണ്. എന്നിട്ട് 8 അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, വാട്ട് വിൽ ബി ദ റേഷ്യോ വെൻ 8 is added. 20ൻ്റെ കൂടെ 8 കൂടി 28, 30ൻ്റെ കൂടെ 8 കൂടി 38. എന്നിട്ട് റേഷ്യോ എടുത്ത് ചെയ്യുന്നവരുണ്ട്. ഇത്രയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. എക്സിൻ്റെ വാല്യൂ കിട്ടാൻ അവരെന്തുണ്ട്, അവിടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഇതേ കാര്യത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിം ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡിലോട്ട് മാറ്റുന്നത്. പിന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം എന്താ ചെയ്യേണ്ടത്, ഇനിഷ്യൽ റേഷ്യോ എഴുതുക 2:3. ഇനി ഫൈനൽ റേഷ്യോ എഴുതാം. എന്താണ്, ബിക്കംസ് 5:12. 5:12. ഇനി ഒരു വര വരയ്ക്കുക. ഫസ്റ്റിൽ നിന്ന് ഉള്ള ചേഞ്ച് എന്താ, 5 is subtracted. ഇപ്പോൾ കുറയ്ക്കുന്ന കേസാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പോസിറ്റീവായിട്ട് എഴുതും. അത് മാത്രം ആലോചിക്കാം. ഒരു നമ്പർ ആദ്യത്തെ ഇനിഷ്യൽ നമ്പറിൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ എന്ത് എഴുതും, ആ നമ്പർ പോസിറ്റീവായിട്ട് എഴുതും. 5 is subtracted എന്ന് പറഞ്ഞാൽ +5 എഴുതി. 6 is added. 6 is added എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഓപ്പോസിറ്റ് സിമ്പിൾ -6 എഴുതി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ക്രോസ് പ്രോഡക്റ്റ്. ഇവിടെ ചെയ്യുന്ന ഈ പരിപാടി തന്നെയാണ്. നിങ്ങൾ ഈ എക്സിനെ ഈ പരിപാടി തന്നെയാണ്. ഇത് എന്ത് ചെയ്യും, 2-3 സ്റ്റെപ്പ് ഉള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്ര റെഡ്യൂസ് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുക, ഡിഫറൻസ് എടുക്കുക. 12 2 24, 5 3 15. ഇപ്പോൾ 24 - 15 ആ ഡിഫറൻസ് എടുക്കുക. 24 - 15 ആണ് എത്ര എന്ന് വരുന്നത്, 9 എന്ന് വരുന്നത്. 24 - 15 ക്രോസ് എടുക്കുക, പോസിറ്റീവ് ഡിഫറൻസ് എടുക്കുക. 9 1. ഈ 9ൻ്റെ വാല്യൂ ഇതിൻ്റെ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 9 എന്ന് പറഞ്ഞാൽ എവിടുത്തെയാണ്, ഇവിടുത്തെ. ഈ 9 യൂണിറ്റ് ആണ്. 9 യൂണിറ്റ് നമുക്ക് എപ്പോഴും എന്താണ്, ഇനിഷ്യൽ റേഷ്യോയിലെ 1ൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനിഷ്യൽ റേഷ്യോയിൽ 1ൻ്റെ വാല്യൂ ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് ഇതാ ഈ എക്സ് എന്ന് പറയുന്നത്. ഇനിഷ്യൽ റേഷ്യോയിൽ 1ൻ്റെ വാല്യൂ അല്ലെങ്കിൽ 1 യൂണിറ്റിൻ്റെ വാല്യൂ. അതിന് വരുവാണ് ഇവിടെ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ എക്സ് എന്ന് എഴുതുന്നല്ലോ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു ബേസിക് ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ക്രോസ് പ്രോഡക്റ്റ് ഡിഫറൻസ് ആണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് ഡിഫറൻസ് വേണം, അതായത് പോസിറ്റീവ് വാല്യൂ വേണം. അപ്പം ഇവിടെ 12 × 5 60, 60 മൈനസ് ഇനി 5 × -6 -30. അങ്ങനെയാണ് 60 - -30, 60 + 30 -+ പ്ലസ് ആയി 60 + 30 90 എഴുതി. ഓക്കെ, ഇപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് വാല്യൂ എടുക്കുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ 60 - -30, 60 + 30 90 എന്ന് വരും. 9ൻ്റെ വാല്യൂ ആണ് 90. എവിടുത്തെ 9ൻ്റെ വാല്യൂ, ഇവിടുത്തെ 9 യൂണിറ്റ്. എപ്പോഴും ഇനിഷ്യലിൻ്റെ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇനിഷ്യലിൽ 1ൻ്റെ വാല്യൂ കിട്ടണം. 1 യൂണിറ്റിൻ്റെ വാല്യൂ. 9ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9 യൂണിറ്റിൻ്റെ വാല്യൂ. 9xൻ്റെ വാല്യൂ, ഇവിടെ എക്സിൻ്റെ വാല്യൂ അതാണ് വേണ്ടത്. ഇപ്പോൾ 9/90 90/9 എന്ന് പറയുമ്പോൾ 10 എന്ന് കിട്ടും. 10 എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുത്തെ 1 യൂണിറ്റിൻ്റെ വാല്യൂ ആണ്. ഇത് 2 യൂണിറ്റും ഇത് 3 യൂണിറ്റും.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു യൂണിറ്റ് 10 ആണെങ്കിൽ ഒറിജിനൽ വാല്യൂ എന്ത് കിട്ടും? ഫസ്റ്റ് നമ്പർ 20 യൂണിറ്റും 2 ഗുണം 10, സെക്കൻഡ് നമ്പർ 30 യൂണിറ്റും. ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ റേഷ്യോ ആണോ? അല്ല. എന്താ വെച്ചേക്കുന്നത്? വാട്ട് വിൽ ബി ദ റേഷ്യോ ബിക്കം വെൻ 8 ഈസ് ആഡഡ് ടു ഈച്ച് നമ്പർ? 20ൻ്റെ കൂടെ 8 കൂട്ടി 28 വന്നു, 30ൻ്റെ കൂടെ 8 കൂട്ടി 38 വന്നു. റേഷ്യോ എടുക്കുമ്പോൾ 2 വെച്ച് കിട്ടുമ്പോൾ 14:19. ഓപ്ഷൻ ബി. ഇതാണ് ക്രോസ് പ്രോഡക്റ്റ് മെത്തേഡ്. ഇത് അറിഞ്ഞില്ലാത്തവർ ഒരുപാട് പേർക്ക് ഇതറിയാം, ഒരുപാട് പേര് ഇത് യൂസും ചെയ്യുന്നുണ്ട്. അറിഞ്ഞില്ലാത്തവർ നന്നായിട്ട് പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യാം? ഏറ്റവും സെക്കൻഡിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വലിയ സമയം നടക്കത്തില്ല, വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. ഇത് പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. എങ്ങനെയാണ് ചെയ്യുന്നത്? ജസ്റ്റ് ക്രോസ് എടുക്കുക. ദൂരെയുള്ള മൾട്ടിപ്ലയർ 2 ഗുണം 12 24, 5 ഗുണം 15, 5 ഗുണം 3 15, 27 മൈനസ് 15 9 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇനി എന്താ? ഇനി ഇത് 5ഉം നമ്മുടെ ഇത് കുറച്ച് ഇതായിരിക്കും, മൈനസ് വരുന്നുണ്ട്. 5ഉം ഇവിടെ -6, 12ഉം 5. ഓക്കെ, ഇത് ഇങ്ങോട്ട് വരും. 5 - 6 അങ്ങനെ എഴുതാം. 5 - 6 ഇവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതാം. 5 - 6 എന്ത് ചെയ്യാം? 60 90, 9 വാല്യൂ 90, 1ൻ്റെ വാല്യൂ 10, 20 30, 28 38, 14 19 ചെയ്യാം. പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. ഒന്നും നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ള കാര്യമില്ല, പ്രാക്ടീസ് മാത്രം. ഓക്കെ, നിങ്ങൾ അങ്ങനെ ആദ്യമേ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും നല്ല ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമൻറ്റ് ചെയ്ത് പറയുക. കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ചാപ്റ്റർ, നമുക്ക് ഒരു ചാപ്റ്ററിൻ്റെ ഇതേപോലെ 2 ക്ലാസ്, അങ്ങനെ എല്ലാ ചാപ്റ്ററും ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യാം? റേഷ്യോയിലോട്ട് വരാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ് ക്ലാസ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.